ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തുടർച്ചയായി ഇന്ത്യ ആണവ പ്രതിരോധം തീർക്കുമ്പോൾ ആശങ്കയിലാവുകയാണ് പാകിസ്ഥാൻ. പാകിസ്ഥാന്റെ ഭീഷണികളെ മറികടക്കാൻ അതിർത്തികൾ ഭദ്രമാക്കുന്ന നടപടികൾ രാജ്യം തുടരുന്നുമുണ്ട്. എന്നാൽ സൗദി അറേബ്യയുമായുള്ള സൗഹൃദ കരാറ് കൂടി ഒപ്പുവെച്ചതോടെ പാകിന്റെ വെല്ലുവിളി കുറച്ചുകൂടി ശക്തമായിട്ടുണ്ട്. ദക്ഷിണേഷ്യയുടെ ആണവ സന്തുലിതാവസ്ഥ മെച്ചപ്പെടുത്താൻ അന്തർവാഹിനി തന്ത്രം ഒരുക്കുകയാണ് ഇന്ത്യ. ഇത് പാകിസ്ഥാന്റെ പ്രതിരോധ സ്ഥാപനത്തെ അസ്വസ്ഥമാക്കുന്ന നടപടിയാണ്. കുറഞ്ഞത് ഒരു ആണവ ശക്തിയുള്ള ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനി പെട്രോളിംഗിൽ തുടരുമെന്ന് ഇന്ത്യ ഉറപ്പാക്കുന്നുണ്ട്. ഇത് സുരക്ഷിതമായൊരു സെക്കൻഡ് സ്ട്രൈക്ക് ശേഷിയാണ് ഉറപ്പാക്കുന്നത്. ഏതൊരു ആണവ ഏറ്റുമുട്ടലിനെയും ചെറുക്കാൻ കഴിയുന്നതാകും ഇത്. 2016 INS അരിഹന്തും 2024 INS അരിഘട്ടും കമ്മീഷൻ ചെയ്തതിനു ശേഷം S4, ഭാവിയിലെ S5 ക്ലാസ് അന്തർവാഹിനികൾ എന്നിവ പ്രവർത്തിപ്പിച്ചും വികസിപ്പിച്ചും ഇന്ത്യ കടലിനടിയിലെ പ്രതിരോധം അതിവേഗം വർദ്ധിപ്പിക്കുകയാണ്. 13,500 ടണ്ണിലധികം ഭാരം വഹിക്കാനും ഉയർന്ന നിലവാരമുള്ള ആണവ മിസൈലുകൾ വഹിക്കാനും ഇവയ്ക്ക് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയുടെ K സീരീസ് അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ബാലിസ്റ്റിക് മിസൈലുകളാണ് ഈ പ്രതിരോധത്തിന്റെ കേന്ദ്രബിന്ദു. 1,500 കിലോമീറ്റർ വരെ പ്രഹരശേഷിയുള്ള K-15 ഇതിനകം വിന്യസിച്ചിട്ടുണ്ട്. അതേസമയം 3,500 മുതൽ 4,000 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിവുള്ള K4 ആവർത്തിച്ച് പരീക്ഷിക്കുകയും ചെയ്തു. സമാന്തരമായി 5,000 കിലോമീറ്ററിൽ കൂടുതൽ ദൂരപരിധിയുള്ള K5ഉം ഹൈപ്പർസോണിക് കഴിവുകളും 8,000 കിലോമീറ്റർ സഹിഷ്ണുതയും ലക്ഷ്യമിടുന്ന K6ഉം ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തന്ത്രപ്രധാനമായ മിസൈൽ പ്രതിരോധം ഇന്ത്യയുടെ കടലധിഷ്ഠിത പ്രതിരോധത്തെ അതിജീവിക്കാൻ സഹായിക്കും. കൂടാതെ ചൈനീസ്, പാകിസ്ഥാൻ പ്രധാന ഭൂപ്രദേശ ലക്ഷ്യങ്ങൾ ഉൾപ്പെടെ ഇന്ത്യൻ തീരങ്ങളിൽ നിന്ന് വളരെ അകലെയുള്ള അപകടകരമായ ശത്രു കേന്ദ്രങ്ങളെ പിടിച്ചു നിർത്താൻ പര്യാപ്തമാക്കുന്നു. ഇന്ത്യയുടെ ആണവ കോട്ട എന്ന നിലപാട് പാകിസ്ഥാന്റെ പ്രതിരോധത്തിന്റെ വിശ്വാസ്യതയാണ് ഇല്ലാതാക്കുമോ എന്നൊരു ചോദ്യവുമുണ്ട്. പുതിയ ആണവ വിതരണ ഓപ്ഷനുകൾ, കടലിലെ പ്രതിരോധ ശ്രമങ്ങളുടെ വിപുലീകരണം, അല്ലെങ്കിൽ സമുദ്ര നിരീക്ഷണ ഡ്രോണുകൾ, നൂതന സോണാർ നെറ്റ്വർക്കുകൾ, അതിവേഗ ആക്രമണ അന്തർവാഹിനികൾ എന്നിവയുടെ ശേഷി വർദ്ധിപ്പിക്കും. അതേസമയം വളർന്നു വരുന്ന ഇന്ത്യൻ ആയുധ ശേഖരം മേഖലയിൽ ഒരു അനിയന്ത്രിതമായ ആയുധ മത്സരത്തിന് കാരണമായേക്കാമെന്ന ആശങ്ക പാകിസ്ഥാൻ പ്രതിരോധ വൃത്തങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. ഇത് ഇരുവശത്തു നിന്നും തെറ്റായ കണക്കുകൂട്ടലുകൾക്കുള്ള സാധ്യതയാണ് വർദ്ധിപ്പിക്കുന്നത്. അങ്ങനെ ഇന്ത്യൻ മഹാസമുദ്രം ഒരു ആഗോള വ്യാപാര കേന്ദ്രമെന്ന നിലയിൽ അതിന്റെ പങ്ക് വളരെ വേഗത്തിൽ മറികടന്ന് ആണവ ശക്തിയുടെ നിർണായക മേഖലയായി മാറിയിരിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കടൽ പ്രതിരോധ സംവിധാനം എന്നത് അതിജീവനത്തിന്റെയും ശക്തിയുടെയും ഉറപ്പിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ച് ഇത് രാഷ്ട്രീയവും സൈനികവുമായ മേഖലകളിലെ അതിന്റെ പ്രതിരോധ കണക്കുകൂട്ടലുകളെ വെല്ലുവിളിക്കുന്ന പ്രധാന തന്ത്രമാണ്. മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യം കടലിലെ ആണവ മത്സരത്തിന്റെ പുതിയ യുഗത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതിൽ അതിജീവനക്ഷമത, സാങ്കേതിക കുതിച്ചുചാട്ടങ്ങൾ എന്നിവ പരമ്പരാഗത കര അധിഷ്ഠിത നിലപാടുകൾ പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നവയാണ്.